കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ മരണത്തെ മന്ത്രി ജെ ചിഞ്ചുറാണി നിസ്സാരവൽക്കരിച്ചതായി ആരോപണം. വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തിയും അധ്യാപകരെ ന്യായീകരിച്ചും നടത്തിയ പ്രസംഗം വിവാദമായി. കുട്ടിയുടെ മരണത്തിൽ വിഷമമുണ്ടെങ്കിലും അവന്റെ പ്രവൃത്തിയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു മന്ത്രിയുടെ വാദം. സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ ഷീറ്റിന് മുകളിൽ വലിഞ്ഞു കയറിയെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം ജില്ലയിലെ ദാരുണ സംഭവത്തിന് ശേഷവും പാർട്ടി പരിപാടിയിൽ മന്ത്രി സൂംബ നൃത്തം ചെയ്തതും വിവാദമായിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നടന്ന സിപിഐയുടെ വനിതാ സംഗമവേദിയിലായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയുടെ വിവാദ പ്രസംഗവും നൃത്തവും. അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി KSEB ആണെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ മുൻകരുതലെടുക്കേണ്ട സ്കൂൾ മാനേജർ ആ ഉത്തരവാദിത്വം കാണിച്ചില്ല. CPM ലോക്കൽ സെക്രട്ടറി കൂടിയായ സ്കൂൾ മാനേജർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായ അന്വേഷണം നടത്തി 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കെ കൃഷ്ണൻകുട്ടിയുടെ പാലക്കാട്ടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസിനെ മറികടന്ന് പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് കടന്നു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം വേദനാജനകമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകൾക്ക് ആവശ്യമായ പരിഗണന സർക്കാർ നൽകുന്നില്ല എന്നതിന്റെ ഉദാഹരണമായി ഇത്തരം സംഭവങ്ങൾ മാറുകയാണെന്നും മിഥുന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് ഗൃഹനാഥന്റെ ജീവൻ പൊലിഞ്ഞത് KSEBയുടെ ഗുരുതര അനാസ്ഥ കാരണമെന്ന് പരാതി. കൊണ്ടോട്ടി നീറാട് സ്വദേശി മുഹമ്മദ് ഷായാണ് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. 3 തവണ വൈദ്യുതി വകുപ്പിനെ വൈദ്യുത കമ്പി പൊട്ടിയത് അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മുഹമ്മദ് ഷായുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. KSEBയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാളെ മുണ്ടക്കുളം സെഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ മഴയിൽ വ്യാപക നാശമുണ്ടായി. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരി ചുരത്തിലും ഗതാഗത നിയന്ത്രണമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല മേഖല കനത്ത ജാഗ്രതയിലാണ്. ചെറുവത്തൂർ കുളങ്ങാട് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇരുവഴിഞ്ഞപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. കാരശ്ശേരി കുമാരനെല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ വെള്ളം കയറി. ആനയാംകുന്ന് നെച്ചൂളിപ്പോയിൽ ഭാഗത്ത് വയലിൽ വെള്ളം കയറി കൃഷിനാശവുമുണ്ടായി. കണ്ണൂർ ഇരിക്കൂറിൽ കനത്ത മഴയെ തുടർന്ന് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു. നിടുവള്ളൂർ അങ്കണവാടിക്ക് സമീപത്തെ TB ഉഷയുടെ വീടാണ് രാത്രിയോടെ തകർന്നത്. വീട് ഇന്നലെയാണ് കോൺക്രീറ്റ് ചെയ്തത്. PMAY പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടായിരുന്നു ഇത്. കനത്ത മഴയിൽ കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട് മലയിലെ വനഭൂമി പിളർന്ന് താഴ്ഭാഗത്തെ വീടുകളിലേക്ക് പതിച്ചു. പ്രദേശവാസി വിനീതിയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണും മരങ്ങളും പതിച്ചത്. പ്രദേശത്തെ 4 വീടുകളിലെ 15ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയിലാണ് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞത്. കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയെ തുടർന്ന് റവന്യൂ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം മലയിൽ വിള്ളൽ കണ്ടെത്തിയ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്.
നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിൽ 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതെല്ലാം പൊരിഞ്ഞു അങ്ങനെ കംപ്ലീറ്റ് ഈ മഴ നിർത്താതെ രാവിലെ ഇപ്പുറത്തെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ. ഇരവിഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. കാരശ്ശേരി കുമാരനെല്ലൂരിൽ മിനി സ്റ്റേഡിയത്തിൽ വെള്ളം കയറി. ആനയാംകുന്ന് നെച്ചൂളിപ്പോയിൽ ഭാഗത്ത് വയലിൽ വെള്ളം കയറി കൃഷിനാശമുണ്ടായി. നെച്ചൂളിപ്പോയിൽ ഭാഗത്ത് വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. മുക്കം പാലത്തിന് സമീപത്തു നിന്നും കാരശ്ശേരി ചോണാട് ഭാഗത്ത് പോകുന്ന റോഡിൽ വെള്ളം കയറി.